ഉമ്മ രക്ഷപ്പെടണമെന്നാ. പക്ഷെ ഉമ്മ എന്നോട് പറഞ്ഞ് ഈ രക്ഷപ്പെടണം എന്തെങ്കിലും പറ്റിയാല്. ഞങ്ങൾ ആ ഒരു സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അതാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ഡോറ് തുറന്നതും സീലിംഗ് പൊളിഞ്ഞ് തലയിൽ കൂടെ വീഴാൻ തുടങ്ങി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഫോണിന്റെ ഫ്ലാഷ് എടുത്തിട്ട് വെറുതെ ഒന്ന് ചുറ്റിലും അടിച്ചു നോക്കി. അപ്പൊ എനിക്ക് മനസ്സിലായി ആരും വരില്ല രക്ഷിക്കാന്. തലേന്ന് വരെ ഞാൻ കണ്ട് സംസാരിച്ച ആൾക്കാര് ഇപ്പൊ കാണുമ്പോ, ഫോട്ടോ കാണുമ്പോഴാണ് നമ്മൾ അറിയണത് മരിച്ചുപോയി, ഇനി അവരെ കാണാൻ പറ്റില്ല. നല്ല മഴ ഉണ്ടായിരുന്നു ആ രാത്രി. അപ്പൊ ഉമ്മച്ചി ആ സമയത്ത് ഒരു 1:45 ഉമ്മച്ചി നീച്ചെന്ന് എന്നോട് പറഞ്ഞേ. ആ സമയത്ത് നീച്ച് മേലത്തെ ബാൽക്കണി ഡോർ നമുക്ക് ബേക്കിൽ പുഴ കാണാം. ഉമ്മച്ചിന്റെ വിചാരം ആ പുഴയിൽ വെള്ളം കയറും, അങ്ങനെ സംഭവം ഉമ്മച്ചിന്റെ മൈൻഡിലുള്ളൂ. അപ്പൊ ഉമ്മച്ചി സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തിയതും 4 ഭാഗത്തും കൂടി ചളി വീട്ടിന്റെ ഉള്ളിൽ കയറാൻ തുടങ്ങി. കല്ലൊക്കെ വന്ന് അടിക്കുന്ന സൗണ്ടൊക്കെ ഉമ്മച്ചി കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മേലെ കിടന്നുറങ്ങുന്നത്. അപ്പൊ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഉമ്മച്ചി എന്നെ വിളിക്കാൻ വേണ്ടി വേഗം മേലേക്ക് വന്നു. എന്റെ ഡോറ് തട്ടിയിട്ട് കുടുവ വെള്ളം കയറി എന്നോട് പറയുന്നുണ്ട്. ഞാൻ വേഗം എന്റെ ഫോൺ എടുത്തിട്ട് ഞാൻ വേഗം ഡോറ് തുറന്നു. ഞാൻ ഡോറ് തുറന്നതും സീലിംഗ് പൊളിഞ്ഞ് തലയിൽ കൂടെ വീഴാൻ തുടങ്ങി. അപ്പൊ ഞാനും ഉമ്മച്ചിന്റെ കൈ പിടിച്ചിട്ട് ഞാൻ ആ ബാൽക്കണി ഡോറ് തുറന്നു. അവിടെ നിന്നിട്ട് കരയാൻ തുടങ്ങി. കുറെ കരഞ്ഞു, ഒന്ന് രക്ഷിക്കണേന്ന് പറഞ്ഞു. ഞങ്ങള് രണ്ടാളും കുറെ കരഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഫോണിന്റെ ഫ്ലാഷ് എടുത്തിട്ട് വെറുതെ ഒന്ന് ചുറ്റിലും അടിച്ചു നോക്കി. അപ്പൊ എനിക്ക് മനസ്സിലായി ആരും വരില്ല രക്ഷിക്കാന്. കാരണം അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ ആ പ്രദേശം നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോ തന്നെയാണ് ഞങ്ങളെ വീടിന്റെ അടുക്കള ഒടിച്ചു പോകാൻ തുടങ്ങി. വീടിന്റെ ഒരു ഭാഗം ഇടിയാൻ തുടങ്ങി. കൈ കിട്ടുന്ന നമ്പറിലൊക്കെ ഞാൻ വിളിച്ച് രക്ഷിക്കാൻ പറയുന്നുണ്ട്. അപ്പോ അങ്ങനെ ഞങ്ങൾ നിൽക്കുമ്പോഴാണ് താത്ത എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കരച്ചില് ഞങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ഞങ്ങളെ പണ്ട് കിണറുണ്ടായ ഭാഗത്ത് ഒരു മോന്, 6 വയസ്സുള്ള ഒരു മോന് ഒലിച്ചു വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കുറുകെ ഒരു കവുങ്ങ് ഉള്ളതുകൊണ്ട് ഞാനും ഉമ്മച്ചിയും പറഞ്ഞു, മോനെ ആ കവുങ്ങിൽ പിടിച്ചു നിൽക്ക്, പിടി വിടരുത്, പേടിക്കണ്ട, കരയണ്ടെന്നൊക്കെ ഞങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഉമ്മച്ചി അവനോട് സംസാരിക്കുമ്പോൾ ഞാൻ വേറൊരു കരച്ചിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, രക്ഷിക്കണേന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പൊ ഞാൻ സൈഡിക്കൊന്ന് ഇങ്ങനെ നോക്കിയപ്പോ കവുങ്ങ്, ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊരു ആ കവുങ്ങിൽ പിടിച്ചു നിൽക്കുക ആ ഒരു താത്ത, ഇവിടുന്ന് ഒലിച്ചു വന്ന ഒരു താത്തയാ. ആ താത്ത നിൽക്കുന്ന ഭാഗമാണ് ഈ വെള്ള, നമ്മുടെ നിൽക്കുന്ന ഭാഗം ചളിയുവാ. ഞങ്ങൾ ആ ഭാഗത്ത് 30 വീടാ. അപ്പൊ അവിടെ ജീവനുള്ള ആൾക്കാരെ കുറച്ച് രക്ഷപ്പെട്ടു പോകുന്ന കാണുമ്പോ ഞാൻ അവരോട് ചോദിച്ച് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമോന്ന്. അങ്ങനെ ഞാൻ ഉമ്മാന്റെ കൈയും പിടിച്ചിട്ട് ആ സ്റ്റെപ്പ് ഇറങ്ങി. വീട് ഞങ്ങൾ ചളിക്കൊണ്ടിക്ക. അങ്ങനെ ആ ചളിയൊക്കെ കിടന്ന് വീട് പൊട്ടിയതും കൊണ്ട് ഒരു ഓട്ട ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ആ ഓട്ടയെ കൂടെ പുറത്തെത്തി ആ മോനെ പിടിച്ച്. പിന്നെന്ന് പറഞ്ഞാൽ വേറൊരു കുട്ടി ഒഴുകി വന്നിട്ടുണ്ടായിരുന്നു. ആ മോനെ ഉമ്മച്ചിയും പിടിച്ചു. അപ്പൊ ഞങ്ങൾ ഉമ്മച്ചിനെയും ആ മോനെ ഞാൻ മുന്നിൽ കിട്ടു. എനിക്ക് എന്റെ കൈയെ പിടിക്കാൻ പറ്റില്ല, ചളിയാണ് നമ്മളത്. എങ്ങനെ കൈ പിടിച്ചാലും കൈ വഴുക്കും. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു എന്റെ പാന്റില് പിടിക്കണം, പാന്റ് കിട്ടില്ലെങ്കിൽ എന്റെ കാലും കൂടി നീ മുറുകെ പിടിക്കണം പറഞ്ഞു. ആ കുട്ടി അതേപോലെ എന്റെ പാന്റും കാലും കൂടി ഒരുമിച്ച് മുറുകെ പിടിച്ച്. അവിടെ ലൈൻ കമ്പിയൊക്കെ പൊട്ടി വേണ്ട. അപ്പൊ ആ ലൈൻ കമ്പിയിൽ ഞാൻ പിടിച്ചു. ഞങ്ങളങ്ങനെ മുന്നോട്ട് നടന്നു. ഞങ്ങളങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുമ്പോ തന്നെയാണ് ഒരു താത്ത, അത് പിന്നെയാണ് മനസ്സിലാവുന്നത് എന്റെ കൂടെയുള്ള കുട്ടിന്റെ അമ്മയാണെന്നൊക്കെ. എനിക്ക് ആ താത്താൻ 40 ദിവസം പ്രായമുള്ള കുട്ടിനെ കൊണ്ട് ഒന്ന് രക്ഷിക്കോ, എന്റെ കുട്ടി അനങ്ങുന്നില്ല എന്ന് വിളിച്ചു പറയുന്നുണ്ട്. നമുക്ക് രക്ഷിക്കാൻ പറ്റില്ല, അത് അത്രയും ഹൈറ്റില്ല. നമ്മൾ ഈ ചളിക്കുണ്ടിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്കൊന്ന് കേട്ടിക്കാനേ പറ്റുള്ളൂ. കുറെ ഫ്ലാഷ് ലൈറ്റ് കാണുന്നുണ്ട്. ഞങ്ങൾ കുറെ ആ ചളിയിൽ കിടന്ന് കഷ്ടപ്പെട്ടാണ് ആ ഫ്ലാഷ് ലൈറ്റ് കാണുന്നിടത്ത് ഞങ്ങൾ എത്തുന്നത്. അവിടെ എത്തി ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ഇന്ന ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളെ ഒരു ജീപ്പിലാക്കി പലരും പല സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത്. ഞാനും ഉമ്മ ഒരു സ്ഥലത്തേക്കാണ്, എന്റെ കൂടെയുള്ള ഒരു മോൻ വേറെ സ്ഥലത്തേക്കാ പോയത്, ഉമ്മാന്റെ കയ്യിലുള്ള കുട്ടി വേറെ സ്ഥലത്തേക്കാ പോയത്. എല്ലാരും വേറെ വേറെ സ്ഥലത്തേക്കാ പോകുന്നത്. അവിടുന്ന് ശേഷം പിന്നെ ഇവർക്ക് ഹോസ്പിറ്റലിലായി എന്നറിഞ്ഞു. വേറൊന്നും അങ്ങനെ അറിഞ്ഞിട്ടില്ല. ആ താത്ത രക്ഷപ്പെട്ടു. 40 ദിവസം ആ താത്ത രക്ഷപ്പെട്ടു. ആ കവുങ്ങത്തെ താത്ത രക്ഷപ്പെട്ടു. ഉരുള് പൊട്ടിയിട്ട് ആദ്യമായിട്ട് അങ്ങനെ രക്ഷപ്പെട്ടു. ഇവരെ രക്ഷാപ്രവർത്തകർ കയ്യിൽ എത്തുന്നത് ഞങ്ങളാ. ബാക്കിയൊക്കെ സ്കൂൾ റോഡ് മുണ്ടക്കായി, അവർക്ക് അങ്ങനെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്ത പ്രശ്നം. ഞങ്ങൾ ടൗണിൽ തന്നെയാ. തലേന്ന് വരെ ഞാൻ കണ്ട് സംസാരിച്ച ആൾക്കാര് ഇപ്പൊ കാണുമ്പോ, ഫോട്ടോ കാണുമ്പോഴാണ് നമ്മൾ അറിയണത് മരിച്ചുപോയി, ഇനി അവരെ കാണാൻ പറ്റില്ല. എന്റെ കൂടെ +2 തൊട്ട് ഡിഗ്രി പഠിച്ച ഒരു ഫ്രണ്ട് ഉണ്ട്, ശരൺ, അവൻ, അതേപോലെ തന്നെ എന്റെ ജൂനിയർ, 10 വരെ കൂടെ പഠിച്ചവര്, അവരൊക്കെ ഞാൻ അറിയുന്ന ഫോട്ടോ കാണുമ്പോഴാണ് ഞാൻ അറിയുന്നത് അവരൊന്നും ഇപ്പൊ നമ്മളെ കൂടെ ഇല്ല എന്നുള്ളത്. ഞങ്ങള് പോയപ്പോ തന്നെ വീടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴായിരുന്നു. അത് ഞങ്ങൾ 2003 ആദ്യമായിട്ട് ആ വീട്ടിൽ കയറുന്നത്, എനിക്ക് 1 വയസ്സുള്ളപ്പോ. അപ്പോ ഉപ്പച്ചിന്റെ ജീവിതത്തിന്റെ പകുതി മുക്കാലും ആ വീടിന് വേണ്ടിയിട്ട് ഉപ്പച്ചി ചെലവാക്കിയ. ഓരോ വർഷം വരുമ്പോഴും ഇങ്ങനെ സ്വരുക്കൂട്ടി വെച്ചുണ്ടാക്കിയ ഒരു വീടാണ് ഞങ്ങളത്. ശരിക്കും 2022 ആയിരിക്കും ഞങ്ങൾ ആ പണി ഫുള്ള് കഴിയുന്നത്. അങ്ങനെ അപ്പൊ ഒരു കൊല്ലം അപ്പൊ അയൽക്കാരൊക്കെ ഇങ്ങനെ തമാശയോടെ ചോദിക്കും ഞങ്ങളോട്, അഷ്റഫാക്ക് എങ്ങളെ വീടിന്റെ പണി കഴിയൂലല്ലോ, എപ്പോഴും പണിയാണല്ലോ എന്ന്. കാരണം ഒരു വർഷത്തിൽ 3 മാസം ഉപ്പച്ചിക്ക് ആകെ ലീവ്. ആ ലീവ് കിട്ടുമ്പോ ഒരു ഭാഗം ചെയ്യും, അടുത്ത ലീവിനായിരിക്കും അടുത്ത ഭാഗം ചെയ്യുക. അങ്ങനെ ഉപ്പച്ചിന്റെ അധ്വാനം കൊണ്ട് കുറച്ച് ഉണ്ടാക്കിയൊരു പുരയാണ്. ഒരു 4 സെക്കൻഡും കൊണ്ട്
ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് അവിടെ അങ്ങനെ കിടക്കുന്നുണ്ട്.